അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ പുതുതായി അധികാരമേറ്റ തമിഴക വെട്രിക്കഴകം ഭരണകൂടത്തിൽ നിന്നും മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടുത്ത കടന്നാക്രമണത്തിന്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അധികാരത്തിലെത്തിയതിന് തൊട്ടു പിന്നാലെ സർക്കാരിനെയും മുഖ്യമന്ത്രി വിജയിയെയും വിമർശിച്ച പ്രമുഖ തമിഴ് വാർത്താ ചാനലായ പുതിയ തലമുറയ്ക്ക് വിജയ് സർക്കാർ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു. യാതൊരുവിധ മുൻകൂർ നോട്ടീസും നൽകാതെയാണ് ചാനലിനെ സർക്കാർ കേബിൾ നെറ്റ്വർക്കിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. തമിഴ്നാട് സർക്കാരിന്റെയും മുഖ്യമന്ത്രി വിജയുടെയും വിവിധ വീഴ്ചകളും ജനങ്ങൾ നേരിടുന്ന ക്രമസമാധാന പ്രശ്നങ്ങളും തുടർച്ചയായി ജനങ്ങളിലേക്ക് എത്തിച്ചതാണ് ചാനലിനെതിരെ പെട്ടെന്നുള്ള ഇത്തരമൊരു അടിച്ചമർത്തൽ നടപടികൾക്ക് ഭരണകൂടത്തെ പ്രേരിപ്പിച്ചത്. മാധ്യമ സ്വാതന്ത്ര്യത്തിനുമേൽ യാതൊരു ജനാധിപത്യ മര്യാദയും ഇല്ലാത്ത കടന്നാക്രമണമാണ് സർക്കാർ നടത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിലെ പുതിയ വിജയ് സർക്കാരിന്റെ ഔദ്യോഗിക കേബിൾ നെറ്റ്വർക്കിൽ നിന്നും പുതിയ തലമുറ ഈ ചാനലിനെ പൂർണ്ണമായും ഒഴിവാക്കി. ചാനലിന് യാതൊരുവിധ മുൻകൂർ നോട്ടീസോ വിശദീകരണത്തിനുള്ള അവസരമോ നൽകാതെയാണ് ഈ നീക്കം. സർക്കാരിനെ പ്രതിരോധത്തിൽ ആഴ്ത്തുന്ന വാർത്തകൾ നൽകിയതിനുള്ള കടുത്ത പ്രതികാര നടപടിയാണിതെന്നാണ് പരക്കെ ഉയരുന്ന ആക്ഷേപം. മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്കായി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതി ചാനൽ തുറന്നു കാട്ടിയിരുന്നു. നീലാങ്കരയിലെ വസതിയിൽ നിന്നുള്ള മുഖ്യമന്ത്രി വിജയുടെ യാത്രകൾ കാരണം പൊതുജനങ്ങൾക്കും ഡ്യൂട്ടിയിലുള്ള പോലീസുകാർക്കും ഉണ്ടാകുന്ന കടുത്ത ബുദ്ധിമുട്ടുകളെയും യാത്രാ ദുരിതങ്ങളെയും കുറിച്ച് ചാനൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കൃത്യമായ ദൃശ്യങ്ങൾ സഹിതം വാർത്ത നൽകിയിരുന്നു. ഇത് പുതിയ സർക്കാരിന്റെ ജനകീയ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചു. ദില്ലി സന്ദർശന വേളയിൽ മുഖ്യമന്ത്രി വിജയ് കാണിച്ച മാധ്യമ വിമുഖതയും ചാനൽ ചർച്ചയാക്കിയിരുന്നു. സാധാരണയായി തമിഴ്നാട് മുഖ്യമന്ത്രിമാർ ദില്ലി സന്ദർശിച്ചാൽ അവിടുത്തെ വാർത്താ സമ്മേളനം നടത്തുന്നത് പതിവാണ്. എന്നാൽ കഴിഞ്ഞ ദില്ലി സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കി വിജയ് മടങ്ങിയതിനെ ചാനൽ രൂക്ഷമായി വിമർശിച്ചിരുന്നു. തങ്ങളെ സുതാര്യമായി വിലയിരുത്തുന്ന വാർത്താ മാധ്യമങ്ങളെ കേബിളിൽ നിന്ന് തന്നെ തുടച്ചു നീക്കി ഒതുക്കാനാണ് ഇപ്പോൾ വിജയ് സർക്കാർ ശ്രമിക്കുന്നത്. തമിഴ്നാട്ടിൽ ഭരണകൂടങ്ങൾ തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങൾക്ക് നേരെ തിരിയുന്നതും അവരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതും ഇതാദ്യമല്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ഭരണം മാറിയാലും മാധ്യമങ്ങളോടുള്ള രാഷ്ട്രീയക്കാരുടെ സമീപനം മാറുന്നില്ല എന്നതിന്റെ തെളിവാണ് ഈ പുതിയ സംഭവം. മാധ്യമ സ്വാതന്ത്ര്യത്തെ തടയാൻ മുൻപ് നടന്ന ശ്രമങ്ങളെ ഈ പുതിയ നീക്കം ഓർമ്മിപ്പിക്കുന്നു. മുൻപ് DMK സർക്കാരിന്റെ കാലത്ത് അവരുടെ ഭരണപരമായ വീഴ്ചകളെയും പോരായ്മകളെയും വിമർശിച്ചപ്പോഴും ഇതേ പുതിയ തലമുറ ചാനലിനെതിരെ സമാനമായ രീതിയിൽ വിലക്കുകളും അപ്രഖ്യാപിത സമ്മർദ്ദങ്ങളും ഉണ്ടായിരുന്നു. അന്നും വാർത്തകളുടെ വായ്മൂടി കെട്ടാനാണ് അധികാരികൾ ശ്രമിച്ചത്. പുതിയ രാഷ്ട്രീയ മാറ്റങ്ങൾ തമിഴ്നാട്ടിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാക്കിയില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തമിഴ്നാട്ടിൽ വലിയ ജനാധിപത്യ വാഗ്ദാനങ്ങളുമായി ഭരണം മാറിയിട്ടും മാധ്യമങ്ങളെ അടിച്ചമർത്തുന്ന തമിഴ് രാഷ്ട്രീയത്തിലെ പരമ്പരാഗതവും പ്രതികാര ബുദ്ധിയോടെയുള്ള ശൈലിയിൽ പുതിയ മുഖ്യമന്ത്രി വിജയും മാറ്റമൊന്നും വരുത്തിയിട്ടില്ല എന്നാണ് ഈ പുതിയ നീക്കം തെളിയിക്കുന്നത്. പഴയ തമിഴ് രാഷ്ട്രീയ ചരിത്രം ഇവിടെ വീണ്ടും ആവർത്തിക്കുകയാണ്. വിമർശിക്കുന്നവരെ കേബിൾ നെറ്റ്വർക്കിൽ നിന്ന് ഒഴിവാക്കി ഒതുക്കാമെന്ന ചിന്ത വരാനിരിക്കുന്ന നാളുകളുടെ ഭീകരത വ്യക്തമാക്കുന്നു. ഒരു മാധ്യമം ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പുറത്തു കൊണ്ടുവരുമ്പോൾ അതിനെ തിരുത്താൻ ശ്രമിക്കുന്നതിന് പകരം ചാനലിനെ തന്നെ ബ്ലോക്ക് ചെയ്യുന്നത് ഫാസിസ്റ്റ് സമീപനമാണെന്ന് മാധ്യമ സംഘടനകൾ വിലയിരുത്തുന്നു. മുൻപ് ജയലളിതയുടെയും കരുണാനിധിയുടെയും സ്റ്റാലിന്റെയും കാലത്ത് കണ്ട മാധ്യമ വേട്ടയുടെ പുതിയൊരു പതിപ്പാണ് ഇപ്പോൾ തമിഴ്നാട് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട് സർക്കാരിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച പുതിയ തലമുറ വാർത്താ ചാനലിനെ കേബിൾ നെറ്റ്വർക്കിൽ നിന്ന് നീക്കിയ വിജയ് സർക്കാരിന്റെ നടപടിക്കെതിരെ സംസ്ഥാനത്തെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മകൾ കനത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മാധ്യമങ്ങളുടെ വായ്മൂടി കെട്ടാനുള്ള നീക്കത്തെ ജനാധിപത്യ വിരുദ്ധമെന്നാണ് സർക്കാർ വിശേഷിപ്പിച്ചത്. സർക്കാർ നടപടിയെ ശക്തമായി അപലപിച്ചുകൊണ്ട് ചെന്നൈ പ്രസ് ക്ലബ്ബ് രംഗത്തു വന്നു. പുതിയ തലമുറ ചാനലിനെ കേബിളിൽ നിന്ന് വിലക്കിയ ഭരണകൂടത്തിന്റെ ഈ നീക്കം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള പരസ്യമായ കടന്നാക്രമണമാണെന്ന് ചെന്നൈ പ്രസ് ക്ലബ്ബ് കുറ്റപ്പെടുത്തി. ജനങ്ങളുടെ ശബ്ദമാകേണ്ട മാധ്യമങ്ങളെ ഭയപ്പെടുത്തി ഒതുക്കാൻ നോക്കുന്നത് ജനാധിപത്യത്തിന് ഒട്ടും യോജിച്ചല്ലെന്ന് അവർ വ്യക്തമാക്കി. വിലക്ക് ഉടനടി പിൻവലിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം കടുപ്പിക്കാനാണ് മാധ്യമ സംഘടനകളുടെ തീരുമാനം. ചാനലിനെതിരെ എടുത്ത അച്ചടക്ക നടപടികളിൽ നിന്നും സർക്കാർ അടിയന്തരമായി പിന്മാറണം. ഔദ്യോഗിക കേബിൾ നെറ്റ്വർക്കിൽ ചാനലിന്റെ സംപ്രേഷണം എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ശക്തമായ പരസ്യ പ്രതിഷേധ പരിപാടികളിലേക്ക് തങ്ങൾ കടക്കുമെന്നും ചെന്നൈ പ്രസ് ക്ലബ്ബ് പുതിയ സർക്കാരിന് കടുത്ത മുന്നറിയിപ്പ് നൽകി. ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മാധ്യമങ്ങളോട് കൂടുതൽ സുതാര്യത കാണിക്കുമെന്ന പ്രതീക്ഷയാണ് ഇവിടെ തകിടം മറിഞ്ഞിരിക്കുന്നത്. തമിഴ്നാട്ടിലെ മുഴുവൻ മാധ്യമ പ്രവർത്തകരുടെയും പിന്തുണ പുതിയ തലമുറ ചാനലിന് പ്രഖ്യാപിച്ച പ്രസ് ക്ലബ്ബ് ഭരണകൂടത്തിന്റെ ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ വാർത്താ മാധ്യമങ്ങൾ കീഴടങ്ങില്ലെന്നും വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ ചെന്നൈ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടെ പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കാനാണ് നിലവിലത്തെ നീക്കം. ജനപ്രീതിയും ജനാധിപത്യ വാഗ്ദാനങ്ങളും മുന്നോട്ട് വെച്ച് തമിഴ്നാട്ടിൽ മാറ്റത്തിന്റെ പുതിയ കാറ്റായി അധികാരത്തിലേറിയ തമിഴക വെട്രിക്കഴകം അധികാരത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ നേരിടേണ്ടി വന്ന വലിയൊരു രാഷ്ട്രീയ തിരിച്ചടിയായി ഈ സംഭവം മാറിയിരിക്കുകയാണ്. ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം പ്രതീക്ഷിച്ച ജനങ്ങൾക്ക് മുന്നിലാണ് ഈ അടിച്ചമർത്തൽ നയം പുറത്തു വന്നിരിക്കുന്നത്. ഭരണത്തിന്റെ തുടക്കത്തിൽ തന്നെ വിമർശിക്കുന്ന മാധ്യമങ്ങളുടെ വായ്മൂടി കെട്ടാൻ വിജയ് സർക്കാർ ഇത്തരം ഫാസിസ്റ്റ് വിലക്കുകളിലേക്ക് കടന്നത് തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്.
തമിഴ് ജനതയ്ക്കിടയിൽ വലിയ പ്രതീക്ഷ ഉണർത്തിയ ഭരണകൂടത്തിന്റെ സുതാര്യതയെ ഈ ഒരൊറ്റ നടപടി ഇപ്പോൾ ചോദ്യം ചെയ്യുന്നു. ഈ മാധ്യമ വിലക്കിനെ സർക്കാരിനെതിരെയുള്ള ശക്തമായ ആയുധമാക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കം. പുതിയ സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ സമീപനത്തിനെതിരെ വിവിധ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളും മനുഷ്യാവകാശ സംഘടനകളും ഇതിനോടകം തന്നെ കടുത്ത വിമർശനങ്ങളുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. തമിഴ്നാട്ടിലെ ക്രമസമാധാന തകർച്ചയും ഭരണപരമായ പോരായ്മകളും മറച്ചുവെക്കാനാണ് സർക്കാർ കേബിൾ നെറ്റ്വർക്കിന്റെ ദുരുപയോഗം ചെയ്യുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. വരും ദിവസങ്ങളിൽ ഈ വിഷയം വലിയൊരു ജനകീയ പ്രക്ഷോഭമായി മാറാനുള്ള സാധ്യതകളാണ് കാണുന്നത്.